നമുക്ക് ദോഹയിലേക്ക് പോകാം. ഫൈസൽ ഹംസ തത്സമയം ചേരും. ഫൈസൽ, ഖത്തറിൽ നിന്നുള്ള സർവീസുകളുടെ സ്ഥിതി എന്താണ്? മൊത്തത്തിൽ ഗൾഫ് സെക്ടറിൽ മൊത്തം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഏത് രാജ്യങ്ങളിൽ നിന്നുള്ള സർവീസുകളാണ് ഇപ്പോൾ ഫൈസൽ കാര്യമായി ഇപ്പോഴത്തെ ഈ അവസ്ഥ ബാധിച്ചിരിക്കുന്നത്? അതിൽ ഈ വിമാനങ്ങൾ കാര്യമായി റദ്ദാക്കപ്പെടുകയോ വൈകുകയോ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ വിമാന കമ്പനികളാണ് കാര്യമായ അനാസ്ഥ ഉണ്ടാകുന്നത്? സൈഫു, പ്രധാനമായും പ്രവാസികൾ നേരിടുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്ന് തന്നെയാണ് കൂടുതൽ ദുരിതം നേരിടുന്നത് എന്ന് പറയേണ്ടി വരും. ഖത്തറിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് പുറപ്പെടേണ്ട 12:35 പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് കോഴിക്കോട് വിമാനമാണ് ഇന്നലെ റദ്ദാക്കിയതായി അറിയിക്കുന്നത്. ഈ വിമാനം റദ്ദാക്കുന്ന കാര്യം ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഈ യാത്രക്കാരെ അറിയിക്കുന്നത് എന്നുള്ളത് കൂടി പ്രത്യേകം പരിഗണിക്കും. കാരണം രാവിലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ സീസൺ ടൈമാണ്, വെക്കേഷൻ ടൈമാണ്. യാത്രക്കാരെല്ലാം നേരത്തെ തന്നെ വിമാനത്താവളത്തിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് ഹമദ് ഇന്റർനാഷണൽ വിമാനത്താവളം അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ യാത്ര ചെയ്യാൻ വേണ്ടി രാത്രി ഒരുങ്ങി നിൽക്കുന്ന മനുഷ്യരോടാണ് പെട്ടെന്നൊരു സമയത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിക്കുന്നത് നാളത്തെ വിമാനം റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അതിനുശേഷം ഇന്ന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനത്തിന് ടിക്കറ്റ് എടുത്ത യാത്രക്കാർ പോലും നമ്മളെ അറിയിച്ചിട്ടുള്ളത്, അതായത് നേരത്തെ റദ്ദാക്കിയ പെട്ടെന്ന് വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടിയിരുന്ന യാത്രക്കാർ, അവർക്ക് പെട്ടെന്ന് നാട്ടിലെത്തേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു വിമാനത്തിലേക്ക് അവരുടെ ടിക്കറ്റ് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ യാത്ര ചെയ്യാനിരുന്നവരോടും ഇതേ ചിറ്റമ്മ നയം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നയം തന്നെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് കാണിക്കുന്നത്. ആ വിമാനം ഇന്ന് രാത്രി 9:30 ഇവിടെ നിന്നും പുറപ്പെടേണ്ടതായിരുന്നു. എന്നാൽ അതിന് യാത്ര ചെയ്യാനായി വിമാനത്താവളത്തിലെത്തിയ, ഇങ്ങനെ ടിക്കറ്റ് കൺവേർട്ട് ചെയ്ത് യാത്ര ചെയ്യാനെത്തിയ യാത്രക്കാരോട് എപ്പോൾ യാത്ര ചെയ്യാനാകും എന്നുള്ള തരത്തിൽ യാതൊരു അറിയിപ്പും നൽകിയിട്ടില്ല എന്നാണ് ഇപ്പോൾ യാത്രക്കാർ നമ്മളുമായി പങ്കുവെക്കുന്നത്. ഇന്നത്തെ കാര്യമാണ് പറഞ്ഞത്. നാളത്തെ കണക്ക് പ്രകാരം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഏതാണ്ട് 16 വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ തന്നെ കണ്ണൂരിൽ നിന്നുള്ള വിമാനങ്ങളുണ്ട്, കൊച്ചിയിൽ നിന്നുള്ള വിമാനങ്ങളുണ്ട്, കോഴിക്കോട് നിന്നുള്ള വിമാനങ്ങളുണ്ട്, തിരുവനന്തപുരത്ത് നിന്നുള്ള വിമാനമുണ്ട്. അതായത് കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നും, അതോടൊപ്പം തന്നെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും, ഖത്തറിൽ നിന്നുള്ള, ദുബായിൽ നിന്നുള്ള, അതോടൊപ്പം അബുദാബിയിൽ നിന്നുള്ള, മസ്കത്തിൽ നിന്നുള്ള, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലെയും പ്രവാസികളെ ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഈ ഉത്തരവാദിത്തമില്ലായ്മ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നാളെ 16 വിമാനങ്ങൾ ഇത്തരത്തിൽ റദ്ദാക്കിയിരിക്കുന്നു. കേരളത്തിന് പുറത്തുനിന്നുള്ള കണക്കുകൾ നോക്കുമ്പോൾ ചെന്നൈയിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്, ട്രിച്ചിയിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത പെരുമാറ്റമാണ് അവസാന നിമിഷം ഈ വിമാനം റദ്ദാക്കുന്നതിലൂടെ എയർ ഇന്ത്യ അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൈഫ് സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വെക്കേഷൻ ടൈം തുടങ്ങിയ ഒരു സമയമാണ്. ഉയർന്ന നിരക്കിലുള്ള ഒരു ടിക്കറ്റ് നൽകിയാണ് പലരും യാത്ര ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ നിർബന്ധമായും യാത്ര ചെയ്യേണ്ട ആളുകൾ മാത്രമാണ് ഈ ഒരു സമയത്ത് യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ ഉയർന്ന മൂല്യത്തിൽ ടിക്കറ്റ് എടുത്ത യാത്രക്കാരെയാണ് വീണ്ടും ഇങ്ങനെ വലയ്ക്കുന്നത്. മറ്റു വിമാന കമ്പനികളെ ഈ അവസാന നിമിഷം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് കൂടുതൽ വലിയ നിരക്കിലുള്ള ടിക്കറ്റ്, ഒരു 4-5 അംഗങ്ങളൊക്കെയുള്ള, ചുരുങ്ങിയത് 3-4 പേരൊക്കെ ഉണ്ടാവും കുടുംബമായി യാത്ര ചെയ്യുമ്പോൾ. അത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ ടിക്കറ്റ് മറ്റു വിമാന കമ്പനികളുടെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് വന്നാൽ അവസാന നിമിഷം ടിക്കറ്റ് കൺവേർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ, ടിക്കറ്റ് എടുക്കേണ്ടി വരുമ്പോൾ ടിക്കറ്റ് നിരക്ക് വീണ്ടും കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് വിമാനം റദ്ദാക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ദോഹയിൽ നിന്നും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി യാത്രക്കാർ നിരന്തരം പരാതിപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം, കൃത്യസമയത്ത് യാത്ര നടത്തുന്നില്ല എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നുള്ളതാണ്. പലപ്പോഴും യാത്ര മാറ്റിവെക്കേണ്ടതായി വരുന്നു, പല മണിക്കൂറുകൾ വൈകുന്നു. ഇങ്ങനെ നിരന്തരം യാത്രക്കാരെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് തീർച്ചയായും ഫൈസൽ സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ്. പലരും 2-3 വർഷങ്ങളൊക്കെയായി നാട്ടിൽ പോയിട്ട് 2-3 വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യുന്ന കുടുംബങ്ങളാണ്. അതിപ്പോൾ ഈ കുട്ടികളും ഒക്കെ 3-4 പേരൊക്കെ ഉണ്ടാകും. അങ്ങനെ കുടുംബമായി നാട്ടിൽ പോകാൻ വേണ്ടി വലിയ റേറ്റിൽ 3-4 ഇരട്ടിയൊക്കെ കൊടുത്ത് വലിയ റേറ്റിൽ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹത്തിൽ നിൽക്കുമ്പോൾ യാത്രയുടെ 1 മണിക്കൂർ മുമ്പൊക്കെയാണ് ഇവരെ അറിയിക്കുന്നത് ആ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടുണ്ട്. ഒരു പീക്ക് ടൈമിൽ പിന്നീട് ഒരു ടിക്കറ്റ് അവർക്ക് എടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. കാരണം ഇത് ഈ മുടക്കിയ പണം, ഈ ടിക്കറ്റ് എടുത്ത പണം പിന്നീട് എപ്പോൾ തിരിച്ചു കിട്ടും? അത് വളരെ പെട്ടെന്നൊന്നും തിരിച്ചു കിട്ടില്ല.
പിന്നെ പുതിയ പണം കണ്ടെത്തിയിട്ട് വേണം അവർക്ക് പെട്ടെന്ന് പീക്ക് ടൈമിൽ കൂടുതൽ ഇരട്ടി തുക കൊടുത്ത് വീണ്ടും ടിക്കറ്റ് എടുക്കാൻ. ഇനി എടുത്താൽ തന്നെ ആ ഫ്ലൈറ്റും നാട്ടിലേക്ക് അവർ വിചാരിച്ച സമയത്ത് എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അങ്ങനെ വലിയ ദുരിതത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണല്ലോ ഫൈസൽ ഉള്ളത്. ഫൈസൽ, ഇപ്പോൾ ഈ ക്യാൻസൽ ചെയ്യുന്നതും വൈകുന്നതും ഒക്കെ ഒരു പ്രയാസം. അതിനപ്പുറത്തേക്ക് എല്ലാ കുറിയും ഈ അവധിക്കാലമാകുമ്പോൾ വിമാന കമ്പനികളുടെ തീവട്ടിക്കൊള്ള നടക്കാറുള്ളതാണ്. ഇത്തവണ എത്ര കണ്ട് വർധനവ് ഓരോ രാജ്യങ്ങളിൽ നിന്നും ടിക്കറ്റ് നിരക്കിനുണ്ട്? എന്താണ് വിവിധ ഗൾഫ് രാജ്യങ്ങൾ നാട്ടിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അടക്കമുള്ള ടിക്കറ്റിന്റെ നിരക്ക് ഇപ്പോൾ എങ്ങനെയാണ്? അതും കൂടി പറയൂ ഫൈസൽ. ഒറ്റ നിമിഷം ഫൈസലിലേക്ക് വരാം. ഇപ്പോൾ ഖത്തർ ഇൻകാസ് നേതാവ് കൂടിയായിട്ടുള്ള കെ ഉസ്മാൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ കെ ഉസ്മാൻ, അങ്ങും ഇതുപോലെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ കഴിയാതെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിപ്പോൾ ഈ തുടർച്ചയായി സംഭവിക്കുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു ചില എയർലൈൻ കമ്പനികളുടെ കാര്യത്തിലൊക്കെ ഈ പെട്ടെന്നുള്ള റദ്ദാക്കലും വൈകലും ഒക്കെ നടക്കുന്നുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് ശ്രീ ഉസ്മാൻ? ഞാനിപ്പോ ഖത്തർ ദുഹ എയർപോർട്ടിലാണ് ഉള്ളത്. ഞാൻ ഇന്ന് രണ്ടാമത് ഒരു ടിക്കറ്റ് എടുത്തതാണ്. 9:55 ഖത്തർ ടൈമിന് പുറപ്പെടേണ്ട ഇന്ത്യൻ എക്സ്പ്രസിന്റെ ടിക്കറ്റ് ഹോൾഡറാണ് ഞാൻ ഇന്ന് വാസ്തവത്തിൽ ഇന്ന് രാവിലെ ഉച്ചക്കുള്ള 12:35 കാലിക്കറ്റിലേക്ക് പോകുന്ന ഇന്ത്യൻ എക്സ്പ്രസിന് ടിക്കറ്റ് എടുത്ത ആളായിരുന്നു. എനിക്ക് നാളെ ഉച്ചക്ക് അതുപോലെ തന്നെ മറ്റന്നാളും ഉള്ള 2-3 പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് വളരെ എമർജൻസി ആയിട്ട് പോവുക. പക്ഷെ ഞാൻ ഒരു മണിക്കൂർ മുമ്പാണ് ഇന്നലെ രാത്രി വിളിച്ചു പറയുന്നത്. അതായത് 1 മണിക്കൂർ മുമ്പല്ല, ഇന്നലെ രാത്രി ആണ് വിവരം അറിയിക്കുന്നത് കോഴിക്കോട് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എന്നുള്ളത്. കൃത്യമായ കാരണം പറയുന്നുണ്ടോ? അത് ഒരു കാരണവും പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഞാൻ മറ്റ് എയർലൈൻസുകൾ എങ്ങനെയെങ്കിലും എനിക്ക് കോഴിക്കോട് എത്താൻ നിർബന്ധിതനായതുകൊണ്ട് ഞാൻ പല എയർലൈൻസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് നമുക്ക് അഫോർഡബിൾ അല്ലാത്ത റേറ്റ്. ഒരു എയർലൈൻസിന്റെ 78,000 വൺ വേ ടിക്കറ്റ് കാലിക്കറ്റിലേക്ക്, ദുഹ കാലിക്കറ്റിന് 78,000 ഞെട്ടിപ്പോകുന്ന ഫ്ലൈറ്റാ. ബിസിനസ് ക്ലാസ് അല്ല, എക്കണോമിക് ക്ലാസിന്റെ റേറ്റ് ആണ് ഞാൻ പറയുന്നത്. അത് ഞാൻ എയർലൈൻസിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ മറ്റ് എയർലൈൻസിനൊക്കെ 49,000 50,000 ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞാൻ നെടുമ്പാശ്ശേരിക്ക് ഇന്ന് രാത്രി ആ ടിക്കറ്റ് ക്യാൻസൽ ആയപ്പോൾ, ആ ഫ്ലൈറ്റ് ക്യാൻസൽ ആയപ്പോൾ ഞാൻ ഇന്ന് രാത്രി 9:50 ദോഹയിൽ പുറപ്പെടേണ്ട നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പുറപ്പെടേണ്ട ഇന്ത്യൻ എക്സ്പ്രസിന് ടിക്കറ്റ് എടുത്തു. ഞാൻ കൃത്യമായിട്ട് ഇന്ന്, കാരണം പീക്ക് ടൈമാണിത്, വെക്കേഷന് നാട്ടിൽ പോകുന്ന നൂറുകണക്കിന് ഫാമിലികളൊക്കെ ഉള്ളത് കൊണ്ട് നേരെ തന്നെ എയർപോർട്ടിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് പറയുന്നത് അപ്ഡേഷൻ ഇല്ല, ഷെഡ്യൂൾ ടൈം നമുക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ താഴത്ത് പോയിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ കൗണ്ടറിൽ അന്വേഷിച്ചു. അവസാനം അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ 1:30, അതായത് ഏർലി മോർണിംഗിൽ 1:30 ഇവിടുന്ന് പുറപ്പെടുമെന്ന് പറയുന്നുണ്ട്. അതിന്റെ പ്രശ്നം ഞാൻ പറയുന്നത്, ഷെയ്ഖു, ഇവിടെ നിങ്ങൾക്കറിയാം ഒരു ആവറേജ് ഫാമിലിയാണ്. നമ്മളെ ഭൂരിപക്ഷം പ്രവാസികളും ഒരു ആവറേജ് ഫാമിലിയാണ്. അവരൊക്കെ വളരെ നേരത്തെ 4-5 മെമ്പേഴ്സുള്ള ഒരു ഫാമിലി വളരെ നേരത്തെ കാലേക്കുട്ടി ബുക്ക് ചെയ്യും, നല്ല ബെസ്റ്റ് ഫെയർ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബുക്ക് ചെയ്തിട്ട് വരുന്നവർക്ക് എയർപോർട്ടിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പൊക്കെ ഒരു വിവരം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെയധികം, കാരണം മറ്റൊരു എയർലൈൻസിന് അവർക്ക് കണക്ട് ചെയ്തിട്ട് പോകാൻ പറ്റുന്നില്ല. സാമ്പത്തികമായി അത് അഫോർഡബിൾ അല്ല അവർക്ക്. ഞാൻ പറഞ്ഞില്ല, 78,000 ഒക്കെ ഒരു സിംഗിൾ ടിക്കറ്റിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ എക്കണോമിക് ക്ലാസ്സിന് വൺ വേ ടിക്കറ്റിന് കൊടുക്കുക എന്ന് പറയുന്ന ആർക്കാണ് സാധിക്കുക? ഇപ്പൊ സാധാരണ ഇന്ന് ഞാനിപ്പം കണ്ട നെടുമ്പാശ്ശേരി പോകേണ്ട ആളുകളിൽ ഇന്ന് അച്ഛൻ മരിച്ചിട്ട് പോകുന്നവരുണ്ട്. ഒരാള് അമ്മയെ വളരെ സീരിയസ് ആയ കണ്ടീഷനിൽ ഹോസ്പിറ്റലിലാണ്, അദ്ദേഹം അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നവരുണ്ട്. നമ്മളെ മുമ്പിൽ നമ്പി രാജേഷിന്റെ കഥയുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇത് നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ ടാറ്റ ഏറ്റെടുക്കുമ്പോൾ, ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ടാറ്റ ഏറ്റെടുക്കുമ്പോൾ നമുക്കൊക്കെ വലിയ പ്രതീക്ഷ. കാരണം ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം, പിന്നെ അവര് മാനേജ്മെന്റിലാണെങ്കിൽ ഏറ്റവും പക്വതയുള്ള ഒരു ടീം, അവരിത് എടുക്കുമ്പോൾ പങ്ക്ച്വാലിറ്റി, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പങ്ക്ച്വാലിറ്റി അല്ലെങ്കിൽ കൃത്യത പാലിക്കും എന്നുള്ള വിശ്വാസവും. തീർച്ചയായും ശ്രീ ഉസ്മാൻ, നേരത്തെയും ഈ രീതിയിൽ വിമാനം റദ്ദാക്കുന്നതും വൈകുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്ര കണ്ട് വർദ്ധിച്ച ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷെ മുമ്പൊക്കെ കൃത്യമായ കാരണം ബോധിപ്പിക്കുകയും ഒരു ഉത്തരവാദിത്ത ബോധം ഈ വിമാന കമ്പനികൾ കാണിക്കുകയും അവരുടെ ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോഴൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ സമീപകാലത്ത് തീർത്തും നിരുത്തരവാദപരമായ മറുപടിയും സമീപനവുമാണ് പ്രത്യേകിച്ച് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ശ്രീ ഉസ്മാൻ? ഈ പുതിയ
പുതിയ സാഹചര്യത്തിൽ അക്കാര്യത്തിൽ ഉണ്ടായ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമോ, സാധാരണഗതിയിൽ ക്യാൻസൽ ചെയ്യുന്ന സമയത്തുള്ള വിഷമം പോലെ അല്ല ഇത്. കാരണം ഇതൊരു പീക്ക് വെക്കേഷൻ ടൈമാണ്. എല്ലാ ഫാമിലിയും, നിങ്ങൾക്കറിയാം, ഫാമിലികളൊക്കെ അവർക്ക് നാട്ടിൽ പോകാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഭൂരിപക്ഷം ഫാമിലികൾക്കും. ആ സമയത്ത് ഇങ്ങനെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഞാനിവിടെ എയർപോർട്ടിൽ ഇപ്പം വന്നതിന് ശേഷമാണ് അവർ എന്നോട് പറയുന്നത്, വളരെ ദൂരത്തുനിന്ന് എനിക്ക് വളരെ അടുത്തുനിന്ന് വരാൻ പറ്റുമെന്ന് നോക്കാം, വളരെ ദൂരത്തുനിന്ന് പലരും വരുന്ന ഒരു സാഹചര്യം. അവർ റൂം വെക്കേറ്റ് ചെയ്തിട്ട്, ഇവിടെ ഫാമിലിയൊക്കെ വരുന്ന അധികം വിസിറ്റേഴ്സ് ഫാമിലി ആയിട്ട് വന്നവരുണ്ട്, അവരൊക്കെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ടാണ് വരിക. അവർക്ക് തിരിച്ചു പോകാനൊരു സ്ഥലമില്ല, തിരിച്ചു പോയിട്ട് ചേർക്കാനൊരു സ്ഥലമില്ല. അങ്ങനെ വിഷമിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരെന്തിനാണോ പോകുന്നത് ഇന്ന് പോയിട്ടില്ലെങ്കിൽ ആ യാത്ര കൊണ്ട് ഫലമില്ലാത്ത എത്രയോ ആളുകൾ ഇന്ന് യാത്രയിലുണ്ട്. ഇന്ന് ഉച്ചക്ക് പോകാൻ കഴിയാത്തവരുണ്ട്, ഇന്ന് പോകേണ്ടവരായിരുന്നു. പക്ഷെ ഇന്നത്തെ യാത്ര കൊണ്ട് സാധിക്കുന്ന നാളെ പോയത് സാധിക്കില്ല. അങ്ങനെ ഓരോ ലക്ഷ്യം വെച്ച് പോകുന്നവരാണ്. ഇപ്പൊ ഞാൻ തന്നെ എനിക്കെത്തേണ്ടത് നാളെയും മറ്റന്നാൾ വരെ പരിപാടികളാണ്. ഞാനത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ പോയതുകൊണ്ട് എനിക്ക് ഫലമില്ല. ഇതൊക്കെ തുടർക്കഥയായിട്ട് പോവുക. ഇതൊരു കുത്തഴിഞ്ഞ ഒരു തുടർക്കഥയാകുന്നു. ഈ അനാസ്ഥയും നിരുത്തരവാദപരമായ സമീപനവും മുമ്പത്തെ കാലത്തേക്കാൾ കൂടി വരുന്നു. പക്ഷെ കാര്യത്തിൽ ഒരു ഇടപെടലും ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. പ്രത്യേകിച്ച് എംബസിയുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൽ നിന്നോ ഒക്കെ നിരന്തരം പരാതികളും നിരന്തരം വിഷയങ്ങളും നിരന്തരം പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും ഒരു കാര്യക്ഷമമായ ഇടപെടൽ ഒരു ഭാഗങ്ങളിൽ നിന്നും ഒരു വിഭാഗങ്ങളിൽ നിന്നും ഒരു മേഖലയിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ പ്രവാസികൾ എല്ലാ കാലത്തും ഇങ്ങനെ ഈ ദുരിതവും പരാതിയും നിസ്സഹായതയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വിമാന കമ്പനികൾ അവരുടെ തീവട്ടിക്കൊള്ളയും ഇത്തരത്തിൽ അനാസ്ഥയും തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നേക്കുള്ള ഈ നിസ്സംഗതയുടെ ഒരു കാരണം എന്താണ് ശ്രീ ഉസ്മാൻ? ഇതില് നമുക്കറിയാം, നമ്മൾ ഇവിടെ വന്ന ഒരു കുറെ മിനിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ ഈ കാര്യം സംസാരിക്കാറുണ്ട്. അധികൃതരായിട്ടും നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ കൺട്രോളിലല്ല. ഞങ്ങൾ ഈ പറയുന്ന സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രി ഉണ്ടെങ്കിൽ പോലും ആ മിനിസ്ട്രിക്ക് ഇതിന്റെ പേരിൽ ഇതിന്റെ എയർലൈൻസുകളിൽ ഒരു കൺട്രോളും ഇല്ല എന്നവർ. അങ്ങനെ കൺട്രോൾ ഇല്ല, പിന്നെ തന്നെ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇവർക്ക് കൺട്രോൾ ചെയ്യാം. മറ്റെല്ലാ സ്ഥലത്തും ഇവരുടെ കൺട്രോൾ, എല്ലാ കാര്യങ്ങളിലും, ഈവൻ ഫേസ്ബുക്കിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കച്ചവടത്തിന്റെ കാര്യത്തിലാകട്ടെ, ജീവിതത്തിന്റെ എല്ലാ തുറകളിലും മിനിസ്ട്രി കേന്ദ്ര ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ട്. ഇത് മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് തികച്ചും അനാസ്ഥ തന്നെയാണ്. ഗവൺമെന്റിന്റെ ഇതിനു വേണ്ടി കൺട്രോൾ ഇല്ലെങ്കിൽ അവർ നിയമം ഉണ്ടാക്കണം. അതിനു വേണ്ടി ഇങ്ങനെ ചതിക്കുന്നവരെ, ഇതൊരു ചതിയാണ്. കാരണം എന്താ പറയുക, ഇങ്ങനെ എയർപോർട്ടിൽ വരിക, എയർപോർട്ടിൽ വന്നിട്ട് പറയുക, അതിന് ഉത്തരവാദപ്പെട്ട ആരുമില്ല. ഇത് നമ്മളിപ്പോൾ കൗണ്ടറിൽ പോയപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത്, ഇതിന്റെ ഒരു കൺസേൺഡ് ആളിവിടെ വന്നിട്ട് നമ്മളോടൊന്നും പറയുന്നില്ല, ഒരക്ഷരം പറയുന്നില്ല. നമ്മൾ ഇതൊക്കെ ബോർഡ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം നോക്കിയിട്ട് അവരോട് അന്വേഷിച്ച് കണ്ടെത്തേണ്ട അവസ്ഥ. ഇത് കേന്ദ്ര ഗവൺമെന്റ് ഇതിന് ഒരു നിയമം, അവർക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇതിന് ഒരു നിയമം ഉണ്ടാക്കണം. ഈ പ്രൊട്ടക്ഷൻ എല്ലാം കൺസ്യൂമേഴ്സിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ള കാലഘട്ടമാണല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളും ഒരു കൺസ്യൂമേഴ്സാണ്, നമ്മളും ഒരു കൺസ്യൂമേഴ്സാണ്. ആ കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ ആക്ടിൽ ഈ പ്രവാസികളും ടിക്കറ്റും ഇത്തരം കാര്യങ്ങളും ഉൾപ്പെടുത്തണം തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ശക്തമായ, ഞാൻ പറയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്പി നാരായണന്റെ കാര്യം നമുക്കറിയാലോ. ഒരു അസുഖം ബാധിച്ച് കിടന്നിട്ട് അസുഖമായിട്ട് ബാധിച്ച് കിടന്ന നമ്പി രാജേഷിനാ ഒന്ന് സാന്ത്വനപ്പെടുത്താൻ പോയ ഭാര്യക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. അവസാനം ആ ഡെഡ് ബോഡിയല്ലേ കൊണ്ടുവന്ന നാട്ടില്. ഇതൊക്കെ എന്ന് പറയുന്ന തികഞ്ഞ തോന്നിയാസല്ലേ ഞാൻ പറയാം. ഇതിന്റെ പേരിൽ ഒരു നിയമം തന്നെ ഉണ്ടാക്കണം. കേന്ദ്ര ഗവൺമെന്റ് പുതിയ നിയമം, തക്കതായ നിയമം ഉണ്ടാക്കണം. ഇങ്ങനെ ചെയ്യുന്ന എയർലൈൻസിനെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്.